ഭക്തിഗാനം, തർക്കം, കൊലപാതകം, പോലീസ് ഏറ്റുമുട്ടൽ. ഉന്നാവിൽ നടന്നത് എന്ത്? ഉത്തർപ്രദേശിലെ ഉന്നാവ് ജില്ലയിൽ നടന്ന ഒരു കൊലപാതകവും അതിന്റെ തുടർ സംഭവങ്ങളും ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഒരു സന്യാസിയുടെ കൊലപാതകം, തുടർന്ന് ജനരോക്ഷം, പ്രതിഷേധങ്ങൾ, പ്രതികൾക്കായുള്ള വ്യാപക അന്വേഷണം, ഒടുവിൽ മുഖ്യപ്രതി പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയും ചെയ്തു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? വിശദമായി നോക്കാം. ജൂൺ 9-നാണ് ഉന്നാവിലെ ബാങ്കർമാവ് പ്രദേശത്ത് താമസിച്ചിരുന്ന സന്യാസി ബാബ മിലൻ ദാസ് അഥവാ രാംദാസ് കൊല്ലപ്പെട്ടത്. 50 വയസ്സുകാരനായ മിലാൻ ദാസ് പ്രദേശത്ത് ഒരു രാമക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താമസിച്ചു വരികയായിരുന്നു. പ്രാദേശിക റിപ്പോർട്ടുകൾ പ്രകാരം ക്ഷേത്രത്തിൽ ഭക്തിഗാനങ്ങൾ ഉച്ചഭാഷണിയിലൂടെ പ്രക്ഷേപണം ചെയ്തതിനെ ചൊല്ലി ചിലരുമായി തർക്കമുണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ഈ തർക്കം പിന്നീട് ഗുരുതരമായ സംഘർഷത്തിലേക്ക് നീങ്ങുകയും സന്യാസിയെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നതാണ് പോലീസിന്റെ അന്വേഷണത്തിൽ പുറത്തു വന്ന വിവരം. കൊലപാതകം എങ്ങനെ നടന്നു? പോലീസ് അന്വേഷണ വിവരങ്ങൾ അനുസരിച്ച് സന്യാസിയെ അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തിന് സമീപത്തേക്ക് വിളിച്ചു വരുത്തിയ ശേഷമാണ് ആക്രമണം നടന്നത്. കുത്തേറ്റ ഗുരുതര പരുക്കുകളാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. സംഭവം പുറത്തു വന്നതോടെ പ്രദേശത്ത് വലിയ പ്രതിഷേധം ഉയർന്നു. പ്രാദേശിക ജനങ്ങളും വിവിധ സംഘടനകളും പ്രതികൾക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് രംഗത്തെത്തി. ഹർദോയ് ഉന്നാവ് ഹൈവേയിൽ പ്രതിഷേധവും റോഡ് ഉപരോധവും വരെ നടന്നു. സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് പ്രത്യേക അന്വേഷണവും ആരംഭിച്ചു. കേസിൽ ഉൾപ്പെട്ടതായി കണ്ടെത്തിയ 5 പ്രതികളിൽ 4 പേരെ പോലീസ് നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ മുഖ്യപ്രതിയെന്ന് ആരോപിക്കപ്പെട്ട മുഹമ്മദ് ഇസ്രായേൽ ഒളിവിലായിരുന്നു. ഇസ്രായേലിനെ പിടികൂടുന്നതിനായി പോലീസ് വ്യാപകമായ തിരച്ചിൽ ആരംഭിക്കുകയും 1 ലക്ഷം രൂപയുടെ പാരിതോഷികവും പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ന് പുലർച്ചെ ഏകദേശം 3:40 നിർണായക സംഭവം നടക്കുന്നത്. ബാങ്കർമാവ് പോലീസും സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പും ചേർന്ന് നടത്തിയ സംയുക്ത ഓപ്പറേഷനിലാണ് ഇസ്രായേൽ കണ്ടെത്തപ്പെട്ടത്. ആഗ്ര ലക്നൌ എക്സ്പ്രസ് വേയുടെ സമീപത്ത് കൂട്ടാളിയെ കാത്തുനിൽക്കുകയാണെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് പ്രദേശം വളഞ്ഞത്. പോലീസിന്റെ ഔദ്യോഗിക വിശദീകരണം അനുസരിച്ച് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇസ്രായേൽ പോലീസ് സംഘത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്നുണ്ടായ തിരിച്ചുള്ള വെടിവയ്പിലാണ് ഇയാൾക്ക് വെടിയേറ്റത്. ഈ ഏറ്റുമുട്ടലിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ട്. മറ്റൊരു ഉദ്യോഗസ്ഥന്റെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റിൽ വെടിയേറ്റെങ്കിലും അദ്ദേഹം രക്ഷപ്പെടുകയായിരുന്നു. പരിക്കേറ്റ ഇസ്രായേലിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് ആയുധങ്ങളും വെടിയുണ്ടകളും കണ്ടെടുത്തതായി പോലീസ് അറിയിച്ചു. കൊലപാതക കേസിനെ തുടർന്ന് ഭരണകൂടം കർശന നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്. പ്രതികളുമായി ബന്ധപ്പെട്ടതായി ആരോപിക്കപ്പെടുന്ന ചില അനധികൃത നിർമ്മാണങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കിയതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം കേസ് സംബന്ധിച്ച അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. കേസിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമേ അന്തിമ നിഗമനത്തിലേക്ക് എത്താനാകൂ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഒരു ഭക്തിഗാനത്തെ ചൊല്ലിയുണ്ടായ തർക്കം ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നതിലേക്കും തുടർന്ന് മറ്റൊരു ജീവൻ പോലീസ് ഏറ്റുമുട്ടലിൽ അവസാനിക്കുന്നതിലേക്കും എത്തിയത് തീർത്തും ദൗർഭാഗ്യകരമായ സംഭവമാണ്. നിയമം കയ്യിലെടുക്കുന്നതും അഭിപ്രായ വ്യത്യാസങ്ങളെ അക്രമത്തിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുന്നതും ഒരു ജനാധിപത്യ സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാനാവില്ല.